നിലനിൽക്കുന്ന കാര്യങ്ങൾക്ക് മുൻഗണന നൽകി ജീവിക്കുന്നവരാണ് ജീവിതത്തിലെപ്പോഴും വിജയിക്കുന്നത്. നിലനിൽക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നമുക്ക് കണ്ടെത്താനാകും എന്ന് തന്നെ ചിന്തിക്കാം. ചുരുക്കം ചില വർഷങ്ങൾ മാത്രം ജീവിക്കുന്ന ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം ഭദ്രമാക്കുവാൻ വേണ്ടി ആയുസ്സിൻ്റെ സിംഹഭാഗവും ചെലവഴിക്കുന്ന മനുഷ്യൻ തൻ്റെ നിത്യമായ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെയും അതിലേക്ക് നിക്ഷേപിക്കാതെയും പോകുന്നത് തികച്ചും വിരോധാഭാസമാകുന്നില്ലേ? ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ ക്ഷണികത്വത്തെക്കുറിച്ച് ബൈബിളിൽ, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിൽ വളരെയേറെ പറയുന്നുണ്ട്. ഇപ്പോൾ സമ്പത്ത് വാരിക്കൂട്ടുന്നതും ലോകത്തിലെ സ്ഥാനത്തിനും മാനത്തിനുമായി കഠിനാധ്വാനം ചെയ്യുന്നതും നിത്യതയിൽ യാതൊരു വ്യത്യാസവും വരുത്തുകയില്ല എന്ന് ദാവീദ് 39-ാം സങ്കീർത്തനത്തിൽ പാടി. ഇന്ന് നമ്മുടെ സമൂഹം തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമാകുന്നു അത്. കുടുംബത്തിന് മുൻഗണന കൊടുക്കേണ്ടവർ കുടുംബത്തെ അവഗണിച്ച് ധനസമ്പാദനത്തിനായും സുഖസൗകര്യങ്ങൾക്കായും ഓടുന്നത് ദുഃഖകരമാകുന്നില്ലേ? മുൻഗണനകളെ തിരിച്ചറിയുവാൻ കഴിയാത്തത് കൊണ്ടാകുന്നു. എന്താണ് പ്രധാനപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞ് അതിന് മുൻഗണന കൊടുക്കുക, ദൈവത്തെ മുൻനിർത്തി എല്ലാ തീരുമാനങ്ങളും എടുക്കുക. അത് ജീവിതത്തിൽ എന്നും സന്തോഷമായിരിക്കും. ഇവിടെ മാത്രമല്ല, നിത്യതയിലും അനുഗ്രഹമായി മാറും. അതാണ് സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നത്. നാം 37-ാം സങ്കീർത്തനം വരെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതായിരുന്നല്ലോ. ഇന്ന് 38 മുതൽ 40 വരെയുള്ള സങ്കീർത്തനങ്ങളാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. ആ ഭാഗം എടുത്താട്ടെ. 38-ാം സങ്കീർത്തനം. ഇന്ന് 38-ാം സങ്കീർത്തനം മുതൽ നമുക്ക് പഠിക്കുവാനായിട്ട് ആരംഭിക്കാം. ദാവീദിൻ്റെ ഒരു ജ്ഞാപക സങ്കീർത്തനം എന്നാണ് ഇതിൻ്റെ തലക്കെട്ട്. ഈ സങ്കീർത്തനം അനുതാപത്തിൻ്റെ സങ്കീർത്തനങ്ങളിൽ ഒന്നാകുന്നു. ഇത് ദാവീദിൻ്റെ പാപം ഏറ്റുപറച്ചിലാണ്. ശാരീരികമായ രോഗത്തെ സംബന്ധിക്കുകയും ചെയ്യുന്നു. ദാവീദ് വലിയ രോഗബാധിതനായിരുന്നു. അവൻ്റെ ശരീരം ക്ഷീണിച്ചു കൊണ്ടിരുന്നു. ദാവീദിന് എന്ത് രോഗമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു രേഖയും ലഭിക്കുന്നില്ല. എന്നാൽ ദൈവം അവനെ സൗഖ്യമാക്കുക കൊണ്ട് ദാവീദ് ദൈവത്തിന് നന്ദി കരയറ്റിയതായി നാം ഇവിടെ കാണുന്നുണ്ട്. 38-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. യഹോവേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ, ഉഗ്രനീരസത്തോടെ എന്നെ ദണ്ഡിപ്പിക്കുകയും അരുതേ. വലിയ കഷ്ടതയിലായ ദാവീദ് ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 2-ാം വാക്യം, നിൻ്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. ഇതാണ് യഥാർത്ഥ പാപബോധം. 3-ാം വാക്യത്തിൽ, നിൻ്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല, എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. അതേ സുഹൃത്തെ, എനിക്കും താങ്കൾക്കും നമ്മുടെ ഭാരങ്ങളെ വഹിക്കുവാൻ കഴിയുകയില്ല. പ്രത്യേകിച്ച് പാപത്തിൻ്റെ ഭാരം നമുക്ക് വഹിപ്പാൻ കഴിയുകയില്ല. ആ ഭാരം നാം ദൈവത്തിന് കൊടുക്കേണ്ടതത്രേ. 4 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ ദാവീദിൻ്റെ ഭോഷത്വം മൂലമുണ്ടായ അസുഖത്തെ തുടർന്ന് മാനസികമായ തകർച്ചയും വ്യഥയും അവനുണ്ടായി എന്ന് കാണാം. പാപത്തിൻ്റെ ഫലമായ രോഗമാണ് ദാവീദിനുണ്ടായിരുന്നത്. കർത്താവായ യേശു കാൽവരി ക്രൂശിൽ നമ്മുടെ പാപരോഗത്തെ തൻ്റെ മേൽ ഏറ്റു. യേശു വിശുദ്ധനും നിർമ്മലനും പാപികളോട് വേർവിട്ടവനും ആയിരുന്നു. യേശുവിന് രോഗമോ പാപമോ ഉണ്ടായിരുന്നില്ല. അവൻ വിശുദ്ധനായിരുന്നു. ക്രിസ്തു ക്രൂശിൽ കിടന്ന ആ ആദ്യത്തെ 3 മണിക്കൂറുകൾ മനുഷ്യൻ ഏറ്റവും മോശമായ രീതിയിൽ അവനോട് ചെയ്തു. എന്നാൽ ദൈവം ആ 3 മണിക്കൂറുകളിൽ ഏറ്റവും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തു. ക്രിസ്തു ലോകത്തിൻ്റെ പാപത്തെ തൻ്റെ ചുമലിൽ ഏറ്റെടുത്തു. ഈ കാര്യം നാം വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തു ലോകത്തിൻ്റെ പാപമാണ് വഹിച്ചത്. നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്ന് പറയുമ്പോൾ പാപരോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. 1 പത്രോസ് 2:24 പത്രോസ് ഇക്കാര്യം ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. നാം പാപസംബന്ധമായി മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്തിൽ നിന്നുള്ള സൗഖ്യമാണ്?
രോഗസൗഖ്യമാണോ ഇവിടെ സൂചിപ്പിക്കുന്നത്? അല്ല. നാം പാപരോഗത്തിൽ നിന്ന് സൗഖ്യമുള്ളവരായിരിക്കണമെന്നത്രേ ഇവിടെ പറയുന്നത്. യേശുക്രിസ്തു ക്രൂശിന്മേൽ നമ്മുടെ പാപങ്ങൾ ചുമന്നു. നമ്മുടെ പാപത്തിൻ്റെ പ്രശ്നം യേശു ക്രൂശിന്മേൽ കൈകാര്യം ചെയ്തു. യേശുവിന് രോഗമുള്ള ശരീരമല്ല ഉണ്ടായിരുന്നത്. രോഗം പാപത്തിൻ്റെ ഫലമാണ്. യേശുക്രിസ്തുവിൽ പാപമുണ്ടായിരുന്നില്ല. നമ്മുടെ ശരീരങ്ങളിൽ രോഗവും ദീനവും അനുഭവിക്കുന്നവർക്ക് ഈ സങ്കീർത്തനത്തിൽ ദാവീദിനോടൊപ്പം തങ്ങളെയും ചേർക്കുവാൻ കഴിയും. നമ്മുടെ അവസ്ഥ വലിയ വൈദ്യൻ്റെ അടുത്ത് പോയി ആദ്യമേ തന്നെ പറയുന്നതത്ര ഏറ്റവും കരണീയമായിട്ടുള്ളത്. തുടർന്ന് കിട്ടാവുന്ന നല്ല ചികിത്സ നാം പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. ഒരു ഡോക്ടർക്കുള്ളതായ ആ ബുദ്ധിയും ജ്ഞാനവും കഴിവുമെല്ലാം അദ്ദേഹം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ദൈവമാണ് നൽകിയിരിക്കുന്നത്. മനുഷ്യൻ്റെ നന്മയ്ക്കായി ദൈവം നൽകിയിരിക്കുന്ന എല്ലാ അറിവും നാം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടത് ആവശ്യമത്രേ. ഞാൻ ഇനിയും 17-18 വാക്യങ്ങളാണ് വായിക്കുന്നത്. 38 സങ്കീർത്തനത്തിൻ്റെ 17 വാക്യം. ഞാൻ ഇടറി വീഴുമാറായിരിക്കുന്നു. എൻ്റെ ദുഃഖം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. ഞാൻ എൻ്റെ അകൃത്യത്തെ ഏറ്റുപറയുന്നു. എൻ്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നു. ദാവീദ് തൻ്റെ പാപത്തെക്കുറിച്ച് വാസ്തവമായി അനുതപിക്കുന്നു. അതേ സുഹൃത്തെ, നമ്മുടെ രോഗങ്ങൾ, ദുഃഖങ്ങൾ, കഷ്ടതകൾ ഇവയെല്ലാം പാപത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാകുന്നു എന്ന് മനസ്സിലാക്കി നാം ദൈവസന്നിധിയിൽ അനുതാപ ഹൃദയത്തോടെ കടന്നു ചെല്ലേണ്ടത് ആവശ്യമാകും. പാപപ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയാണ് മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായ സംഗതി. പാപത്തിന് പരിഹാരം കണ്ടെത്തുമ്പോൾ അത് അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കാരണമായി തീരുന്നത് അത്രേ. ഇനി നമുക്ക് 39 സങ്കീർത്തനം നോക്കാം. മനുഷ്യജീവിതത്തിൻ്റെ ബലഹീനതയെയും നിസാരതയെയും ഈ 39 സങ്കീർത്തനം വെളിപ്പെടുത്തുന്നു. മനുഷ്യ അസ്തിത്വത്തിൻ്റെ ക്ഷണഭംഗുരതയെ ഇത് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നു. ഈ സങ്കീർത്തനം അധികമായി ശവസംസ്കാര വേളകളിൽ ഉപയോഗിക്കുന്ന സങ്കീർത്തനം അത്രേ. അതിന് വളരെ യോജിച്ച പല വാക്യങ്ങളും ഇതിൽ നമുക്ക് കാണാം. അതെ, മനുഷ്യജീവിതം വാസ്തവത്തിൽ ദൈവ സൃഷ്ടിയിലെ ഏറ്റവും വലിയ പരാജയമാണെന്ന് പറയാം. ശ്രദ്ധിക്കണം, കാരണം ദൈവവുമായി ബന്ധമില്ലാത്ത മനുഷ്യജീവിതം അർത്ഥശൂന്യമാണ്. സകലതും മായയാകുന്നു. സൂര്യന് കീഴിൽ നമുക്ക് പറയുവാൻ കഴിയുന്നത് അത് മാത്രം. ദൈവപുത്രനെ കൂടാതെ അതിന് യാതൊരു അർത്ഥവുമില്ല. യദൂദോൻ എന്ന സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്ന തലക്കെട്ടിൽ അത്ര ഇത് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷേ ഈ യദൂദനായിരിക്കണം ഈ സങ്കീർത്തനത്തിന് ഈണം പകർന്നത്. ഇസ്രായേൽ ജനത്തിന് ആരാധനയിൽ സംഗീതത്തിന് നേതൃത്വം കൊടുത്തിരുന്ന 3 പേരിൽ ഒരാളായിരിക്കാം ഈ യദൂദൻ. ആസാഫും ഹേമാനുമാണ് മറ്റ് 2 പേർ. ഇസ്രായേലിൻ്റെ മധുരഗായകനായ ദാവീദ് ഗാനശുശ്രൂഷയിൽ ഈ 3 പേരോട് യോജിച്ച് പ്രവർത്തിച്ചിരുന്നു. ഇനിയും ഈ സങ്കീർത്തനത്തിൻ്റെ മനോഹരമായ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1 വാക്യം. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഈ സങ്കീർത്തനത്തിലെ വിഷയം ലോകമനുഷ്യനുമായി സംസാരിക്കുവാൻ ദാവീദ് ഇഷ്ടപ്പെടുന്നതല്ല. അവൻ അത് മനസ്സിലാക്കുകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വായ അടച്ച് സൂക്ഷിക്കുമെന്ന് ദാവീദ് പറയുന്നു. 2 വാക്യത്തിൽ, ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു, എൻ്റെ സങ്കടം പൊങ്ങി വന്നു. എന്നാൽ ദാവീദ് ചില കാര്യങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുന്നു. അവസാനം അവൻ തൻ്റെ ഹൃദയം ദൈവം മുൻപാകെ തുറക്കുന്നു. 3 വാക്യം. എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ച് എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. അവൻ ദൈവത്തോട് സംസാരിക്കുന്നതായി കാണുന്നു. 4 വാക്യം. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. മനുഷ്യൻ്റെ ബലഹീനതയെക്കുറിച്ച് ദാവീദിന് നല്ല ബോധമുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താകുന്നു എന്നും ജീവിതത്തിന് അർത്ഥം നൽകുന്നത് എന്താകുന്നു എന്നും അവൻ ചോദിക്കുന്നു. ഇന്ന് യുവജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. മനുഷ്യൻ വളരെ സുഖലോലുപത്വത്തിലും സമാധാനത്തിലും കഴിഞ്ഞു കൂടുവാനാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ അവൻ കൂടുതൽ പിരിമുറുക്കത്തിലാണ്. ഇല്ലേ? ഇന്നത്തെ യുവതലമുറ ചോദിക്കുന്ന ചോദ്യം ജീവിതം ഇത്ര മാത്രമോ എന്നാണ്. ജീവിതത്തിൻ്റെ അർത്ഥം എന്ത് എന്ന് അവർ ചോദിക്കുന്നു. ദാവീദിൻ്റെ ചോദ്യവും അതായിരുന്നു. വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും ഇന്ന് ജീവിതത്തിന് അർത്ഥമില്ലാത്ത രീതിയിൽ ജീവിക്കുന്നു. അതേ സുഹൃത്തെ,
താങ്കൾ ഒരു വിശ്വാസിയായ മാതാവോ പിതാവോ ആകുന്നു എങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിങ്കലേക്ക് നയിക്കത്തക്ക വിധത്തിലാണോ നിങ്ങളുടെ ജീവിതം നയിക്കുന്നത്? അതോ അവരെ ക്രിസ്തുവിങ്കിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും അകറ്റിക്കളയത്തക്ക നിലയിലാണോ നിങ്ങളുടെ ജീവിതം? വീട്ടിലെപ്പോഴും സംസാരിക്കുന്ന വിഷയം എന്താണ്? ശരിയായ മാതൃക ഭവനത്തിൽ കാണുവാൻ കഴിയാത്തത് കൊണ്ട് അനേകം കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുന്നുണ്ട്. നല്ല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അവരിൽ ഭൂരിഭാഗവും. നല്ലത് എന്ന് ഞാൻ പറയുമ്പോൾ ബാഹ്യമായി നോക്കുമ്പോൾ. എന്നാൽ തങ്ങളുടെ മാതാപിതാക്കന്മാരെ നോക്കിയിട്ട് ജീവിതത്തിന് ഒരു അർത്ഥമോ ലക്ഷ്യബോധമോ അവർക്ക് കാണുവാൻ കഴിയുന്നില്ല എന്നവർ പറയും. ഈ സങ്കീർത്തനം ഇന്നത്തെ തലമുറയ്ക്ക് യോജിച്ച സങ്കീർത്തനമാണ്. ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ എന്ന്. അതായത് ജീവിതത്തിൻ്റെ ഉദ്ദേശവും അർത്ഥവും എന്താകുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ എന്നാണ് ദാവീദ് പറഞ്ഞത്. 5-ാം വാക്യം നോക്കിക്കാട്ടെ: ഇതാ, നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. ഈ ഭൂമിയിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ചുരുങ്ങിയ അവസ്ഥ നമ്മോട് സംസാരിക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യൻ്റെ അസ്തിത്വം ഈ ഭൂമിയിലെ ജീവിതത്തോടുകൂടി അവസാനിക്കുന്നു എങ്കിൽ അത് ഒരു വലിയ പരാജയം മാത്രമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇപ്രകാരമാണ്: നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഇല്ലേ? താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. 6-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ നാം അവിടെ കാണുന്നു: മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കും എന്നറിയുന്നില്ല. മനുഷ്യരൊക്കെ വെറും നിഴലായി നടക്കുന്നു. അവർ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കുമെന്നറിയുന്നില്ല. ഇന്നും ഇതിന് മാറ്റം സംഭവിച്ചിട്ടില്ല. ഇതിൻ്റെ ഒക്കെയും ഉദ്ദേശം എന്താകുന്നു എന്നത്രേ സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നത്. എന്താണ് ഇതുകൊണ്ട് നിങ്ങൾ നേടുവാൻ പോകുന്നത്? 7-ാം വാക്യം: എന്നാൽ കർത്താവെ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എൻ്റെ പ്രത്യാശ നിങ്കൽ വെച്ചിരിക്കുന്നു. ദാവീദ് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. എൻ്റെ പ്രത്യാശ നിങ്കൽ വെച്ചിരിക്കുന്നു എന്ന് അവൻ ദൈവത്തോട് പറയുന്നു. അതേ സുഹൃത്തെ, താങ്കൾ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നില്ല എങ്കിൽ താങ്കൾക്ക് ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ പറയട്ടെ. 8-ാം വാക്യം: ഒരു നല്ല മാതൃകയായിരിക്കുവാനാണ് ദാവീദിൻ്റെ ആഗ്രഹം. അവൻ പറയുന്നു: എൻ്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണം, എന്നെ ഭോഷൻ്റെ നിന്നയാക്കി വെക്കരുതേ എന്ന്. 9-ാം വാക്യത്തിൽ അവൻ പറയുന്നു: ഞാൻ വായ് തുറക്കാതെ ഊമനായിരുന്നു, നീയല്ലോ അങ്ങനെ വരുത്തിയത്. ജനത്തിനു മുമ്പാകെ തൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കുവാൻ ദാവീദിന് താല്പര്യമില്ലാത്ത ഒരവസ്ഥ. കാരണം അവർ ശുഭാപ്തി വിശ്വാസം ഉള്ളവരല്ല. 10-ാം വാക്യം: നിന്റെ ബാധ എങ്കിൽ നിന്ന് നീക്കണമേ, നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ശിക്ഷണ നടപടി തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നു എന്ന് ദാവീദ് മനസ്സിലാക്കുന്നു. അതിന് ഒരു ഉദ്ദേശം ഉണ്ട് എന്ന് അവൻ ഗ്രഹിച്ചു. അതേ സുഹൃത്ത്, ജീവിതത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാട് നമുക്ക് എത്രമാത്രം ആവശ്യമായിരിക്കുന്നു. ശവക്കുഴിയല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് മടങ്ങിപ്പോകും എന്ന് ജീവനെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ ഒരു വലിയ യാത്രയിലാണ്. മുമ്പിലുള്ളത് നിത്യതയാണ്. നമുക്കെത്ര മനോഹരമായ ഒരു പ്രത്യാശയാണ് ആവശ്യമായിരിക്കുന്നത്. 11-12 വാക്യങ്ങളിൽ നാം കാണുന്നു: അകൃത്യനിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവൻ്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏത് മനുഷ്യനും ഒരു ശ്വാസം അത്രയാകുന്നു. യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളണം. എൻ്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുത്. ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെയും പോലെ നിൻ്റെ സന്നിധിയിൽ അന്യനും പരദേശിയും ആകുന്നുവല്ലോ. നാം ഇവിടെ ഈ ഭൂമിയിൽ അന്യന്മാരും പരദേശികളുമാകുന്നു. എന്നാൽ ആ വിധത്തിലല്ല നാം ഇന്ന് ചിന്തിക്കുന്നതില്ലേ. നാം ഇവിടെ സ്ഥിരതാമസക്കാരാകുന്നു എന്ന ചിന്തയിലാണ് നാം പ്രവർത്തിക്കുന്നത്. തെറ്റായ സുരക്ഷിതത്വത്തിൽ നമ്മെ പൊതിയുവാൻ നാം ആഗ്രഹിക്കുന്നു. നാം ഇവിടെ അന്യന്മാരും പരദേശികളും മാത്രമാണ്. ആ വിധത്തിലാണ് ഭൂമിയിൽ നാം ജീവിതം നയിക്കേണ്ടത്.
നാം ഒരു യാത്രയിലാണ്. അതെ, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്നു. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു എന്ന് അബ്രഹാമിനെക്കുറിച്ച് എബ്രായ ലേഖനം 11 അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. അതേ സുഹൃത്തെ, ഇന്നും ഈ പ്രത്യാശയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ദാവീദ് ദൈവത്തോട് പറഞ്ഞു, എൻ്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു എന്ന്. 13 വാക്യം നോക്കിക്കേ, ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുൻപ് ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. മനുഷ്യർ നിത്യതയെക്കുറിച്ച് ചിന്തിക്കത്തക്ക വിധം ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നാണ് ദാവീദ് വാസ്തവത്തിൽ ഇവിടെ പറയുന്നത്. ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാതെ അവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ പ്രാപ്തമായ വിധം ജീവിതം നയിപ്പാൻ എന്നെ ശക്തീകരിക്കണമേ എന്നത്രേ ദാവീദ് പ്രാർത്ഥിക്കുന്നത്. ഇനി നമുക്ക് 40-ാം സങ്കീർത്തനം കൂടി നോക്കാം. 2 മശിഹ സങ്കീർത്തനങ്ങളായ 40-ഉം 41-ഉം സങ്കീർത്തനങ്ങളോടെ സങ്കീർത്തനങ്ങളിലെ ഉൽപ്പത്തി ഭാഗം അവസാനിക്കുകയാണ്. പുതിയ നിയമത്തിൽ മശിഹായെക്കുറിച്ചും ഇവയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളതിനാൽ അവ മശിഹ സങ്കീർത്തനങ്ങളാകുന്നു. 40-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. 39-ാം സങ്കീർത്തനത്തെ തുടർന്ന് വരുവാൻ വളരെ അനുയോജ്യമായ ഒരു സങ്കീർത്തനമാണിത്. ഈ സങ്കീർത്തനങ്ങൾക്കെല്ലാം ഒരു യോജിപ്പുണ്ട്. ദാവീദ് അബ്ശാലോമിൽ നിന്ന് ഓടിപ്പോയപ്പോൾ അവനുണ്ടായ അനുഭവമാണ് ഈ സങ്കീർത്തനം വ്യക്തമാക്കുന്നത് എന്ന് ചിലർ ചിന്തിക്കുന്നു. ഒരു പരിധി വരെ അത് ശരിയുമാണ്. എന്നാൽ വളരെ ശ്രദ്ധേയമായ രീതിയിൽ ഈ സങ്കീർത്തനം എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നോർക്കണം. ഈ സങ്കീർത്തനത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് ഉയർത്തെഴുന്നേൽപ്പിനെയും സ്വർഗാരോഹണത്തെയും സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ ആഘോഷിക്കുന്നത്. ഇത് വാസ്തവമായ ഒരു മശിഹാ സങ്കീർത്തനമാണ്. യേശുക്രിസ്തുവിൻ്റെ മരണം ഒരു പരാജയമല്ലായിരുന്നു എന്ന് ഇത് വെളിപ്പെടുത്തുന്നു. അത് ഒരു വലിയ വിജയമായിരുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. ഇത് പറയുമ്പോൾ ക്രിസ്തു തൻ്റെ ക്രൂശിൽ നിന്നുള്ള നിലവിളിയെയാണ് സൂചിപ്പിക്കുന്നത്. 2-ാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ വ്യഥയും മരണവും നാശകരമായ കുഴിയോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം എത്രമാത്രം ഭയാനകമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. എത്ര വിശദീകരിച്ചാലും നമുക്കതിന് സാധിക്കില്ല. 3-ാം വാക്യം, അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ, പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. ഈ വാക്യത്തിൽ പുതിയ പാട്ടിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ഒരു പുതിയ പാട്ടിനെക്കുറിച്ച് മുമ്പ് നാം ചിന്തിച്ചുവല്ലോ, അത് വീണ്ടെടുപ്പിൻ്റെ ഗാനമാണ്. പലരും അത് കണ്ട് ഭയപ്പെട്ടു യഹോവയിൽ ആശ്രയിക്കും. എന്താണ് അവർ കാണുവാൻ പോകുന്നത്? അവർ ക്രിസ്തുവിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും കാണും. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവയെ തൻ്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെക്കുകയും അവനെ ജീവിതത്തിൽ എല്ലാമായി കാണുകയും ചെയ്യുന്ന ഒരാളുടെ ഉദാഹരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ഉദാഹരണം, നിഗളികളെ ആദരിക്കാതെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെ അംഗീകരിക്കാതെയും ഇരിക്കുന്നവൻ. 5-ാം വാക്യം നോക്കിക്കാട്ടെ, എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശനാരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. തൻ്റെ പുത്രനെ ക്രൂശിൽ മരിക്കുവാനായി അവൻ അയച്ചതുമൂലം പിതാവായ ദൈവം നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശ് ദൈവസ്നേഹത്തെയാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഇവിടെ പറയുന്നത്, നിന്നോട് സദൃശനാരുമില്ല. നമ്മുടെ ദൈവത്തെപ്പോലെ വലിയ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവത്തെപ്പോലെ പാപിയെ സ്നേഹിക്കുന്ന ദൈവം ആരുള്ളൂ? തുടർന്നുള്ള വാക്യങ്ങൾ എബ്രായ ലേഖനത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളവയാണ്. 6 മുതൽ 9 വരെ നാം കാണുമ്പോൾ, ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അധനങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവേ, നീ അറിയുന്നു. ഇവിടെ മനുഷ്യായുസിൻ്റെ ഹൃസ്യതയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് ഈ സങ്കീർത്തനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ആശ്ചര്യകരമാണ്.
ഹന്നയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ എപ്രകാരമാണ് ഇത് ഉദ്ധരിച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാകവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ഇത് തെറ്റായി ഉദ്ധരിച്ചതാണോ? ഇവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് വിമർശകർ പറയും. 40-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു എന്നത്രേ. വേദപുസ്തകത്തിൻ്റെ യഥാർത്ഥ എഴുത്തുകാരൻ പരിശുദ്ധാത്മാവാണ്. അവനാണ് പഴയ നിയമവും പുതിയ നിയമവും എഴുതിയത്. സങ്കീർത്തന പുസ്തകവും എബ്രായ ലേഖനവും എഴുതിയത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എന്തെങ്കിലും വ്യത്യാസം വരുത്തുമ്പോൾ ഒരു നല്ല കാരണമുണ്ടായിരിക്കും. അതിന് അവന് അവകാശമുണ്ട് താനും. ഇനിയും ഇതിൻ്റെ പശ്ചാത്തലം നമുക്കൊന്ന് നോക്കാം. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ നാം നോക്കുമ്പോൾ അവിടെ ദാസന്മാരെയും യജമാനന്മാരെയും സംബന്ധിച്ചൊരു നിയമം തന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ മറ്റൊരാൾക്ക് അടിമയായി തീർന്നാൽ ഒരു നിശ്ചിത കാലത്തിന് ശേഷം അവന് സ്വതന്ത്രനായി പോകാം. എന്നാൽ അതിനിടയിൽ അവൻ മറ്റൊരു അടിമ സ്ത്രീയെ സ്നേഹിക്കുകയും വിവാഹം കഴിച്ച് കുട്ടികൾ ഉണ്ടാകുകയും ചെയ്തു എന്ന് ചിന്തിക്കുക. ആ മനുഷ്യന് സ്വതന്ത്രനായി പോകുവാനുള്ള സമയമാകുമ്പോൾ അവന് പോകുവാൻ കഴിയുമെന്നാൽ അവൻ്റെ ഭാര്യയും കുട്ടിയും പോകുവാൻ പാടില്ല. കാരണം അവൾ ഒരു അടിമയാകുന്നു എന്നുള്ളത് തന്നെ. അപ്പോൾ ഈ മനുഷ്യന് എന്തു ചെയ്യുവാൻ കഴിയും? അവൻ തൻ്റെ യജമാനെയും ഭാര്യയെയും സ്നേഹിക്കുന്നതുകൊണ്ട് വിട്ടുപോകാതിരിക്കുവാൻ അവന് തീരുമാനമെടുക്കുവാൻ കഴിയും. എന്നാൽ ദാസൻ, ഞാൻ എൻ്റെ യജമാനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകുകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ടു ചെന്ന് കതകിൻ്റെയോ കട്ടളക്കാലിൻ്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവൻ്റെ കാത് കുത്തി തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണമെന്ന് പുറപ്പാട് പുസ്തകം 21-ന്റെ 5-6 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ഈ ആചാരത്തെയാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ അവൻ്റെ ചെവി ഇപ്രകാരം തുളയ്ക്കപ്പെട്ടുവോ? ഇല്ല. അവന് ഒരു ശരീരം നൽകിയിരുന്നു. അവൻ നമ്മുടെ മനുഷ്യത്വം തൻ്റെ മേലേറ്റെടുത്തു. അവൻ നമ്മോട് തന്നെ തന്നെ ഏകീകരിക്കുകയും ഒരു ദാസനായി തീരുകയും ചെയ്തു. അവനൊരു യാഗമായി തീരുകയും ചെയ്തു. ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല. പഴയ നിയമത്തിലെ മൃഗങ്ങളെ യാഗം കഴിക്കുന്നതിൽ ദൈവം ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ അവ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരമയാഗത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല എന്ന് 50-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ഈ ഭൂമിയിൽ ദാസനായി താണിറങ്ങി വന്ന ക്രിസ്തുവിൻ്റെ താഴ്മയാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ താണിറങ്ങി വരികയും ക്രൂശിന്മേൽ കയറുകയും ചെയ്തപ്പോൾ അവൻ്റെ ചെവി തുളയ്ക്കപ്പെടുകയോ തുറക്കുകയോ ചെയ്തില്ല. അവനൊരു ശരീരം നൽകിയിരുന്നു. ആ ശരീരമാണ് ക്രൂശിൽ ആണികളാൽ തുളയ്ക്കപ്പെട്ടത്. ആണിപ്പാടുകളുള്ള ഒരു മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടുകൂടി അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. എന്നെയും താങ്കളെയും കറയും കളങ്കവുമില്ലാതെ ദൈവം മുൻപാകെ നിർത്തേണ്ടതിന് വേണ്ടി ആ ആണിപ്പാടുകൾ അവൻ നിത്യതയോളം വഹിക്കുകയും ചെയ്യും. ചെവി തുളയ്ക്കുവാൻ അനുവദിച്ചതിൽ കൂടുതൽ ക്രിസ്തു ചെയ്തു എന്ന കാര്യം നാം ശ്രദ്ധിക്കണം. നമ്മെ അവൻ സ്നേഹിക്കുകയും നമ്മെ കൂടാതെ സ്വർഗത്തിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അവൻ തൻ്റെ ശരീരം ക്രൂശിൽ തറയ്ക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെ സംബന്ധിച്ച ഒരു മനോഹരമായ മശിഹ സങ്കീർത്തനം അത്രേ 40-ാം സങ്കീർത്തനം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പാടുവാൻ കഴിയണം, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർക്ക് ശരിയായ മുൻഗണനയുള്ളവരായിരിക്കും. അവരാണ് വാസ്തവത്തിൽ ദൈവഹിതപ്രകാരം ജീവിക്കുന്നവർ. ഇന്നത്തെ ഈ സങ്കീർത്തന പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും ഇത് കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നാം കാണുന്നത് വരെ ദൈവ സാന്നിധ്യം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ.